പ്രൈസ് ദ ലോർഡ്. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ, മറ്റൊരു തിരുപ്പിറവിയുടെ ആനന്ദത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ലുക്കായുടെ സുവിശേഷം 2-ാമത്തെ അധ്യായം 10-11 തിരുവചനങ്ങൾ പറയുന്നു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ദൈവം മനുഷ്യനെ കൈമാറിയതിൻ്റെ ഓർമ്മ നമ്മൾ പുതുക്കുകയാണ്. ഈ ഒരു ക്രിസ്തുമസ് സമയത്ത് ശാലോം ടെലിവിഷനിലൂടെ രക്ഷാദീപം എന്ന് പറയുന്ന ഒരു ആത്മീയ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രാർത്ഥനയോടെ പ്രവേശിക്കാം. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ എഴുതിയ മനോഹരമായ അപ്പസ്തോലിക ഉദ്ബോധനമാണ് സുവിശേഷത്തിൻ്റെ ആനന്ദം. അതിൻ്റെ 84-ാമത്തെ ഖണ്ഡികയിൽ അദ്ദേഹം പറയുന്നുണ്ട്, നമ്മുടെ കാലത്തെ ബാധിച്ച ഒരു വലിയ സങ്കടത്തെ നോക്കിയിട്ട് പരിശുദ്ധ പിതാവ് പറയുകയാണ്, സ്റ്റെറൈൽ പെസിമിസം, വന്ധ്യമായ ഒരു വിഷാദാത്മകത നമ്മുടെ കാലത്തെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. അത്തരമൊരു നിരാശയുടെയും വിഷാദത്തിൻ്റെയും ഒക്കെ ഒരു ലോകത്ത് മറ്റൊരു തിരുപ്പിറവി, ഈശോയുടെ ജനനം തീർച്ചയായും വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ്. ഈ തിരുപ്പിറവിക്ക് നമുക്ക് നമ്മളെയും നമ്മുടെ ജീവിതങ്ങളെയൊക്കെ ഒരുക്കാം. ഒരിക്കൽ ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ ഈ അടുത്ത നാളുകളിൽ പറഞ്ഞു, ദൈവത്തിന് 3 ട്രേഡ് മാർക്കുണ്ട്. ദൈവത്തിൻ്റെ സ്വഭാവം 3 വാക്കുകൾ കൊണ്ട് അദ്ദേഹം അടയാളപ്പെടുത്തി: ക്ലോസ്നെസ്, കമ്പാഷൻ ആൻഡ് ടെൻഡർനെസ്. ദൈവം അടുപ്പത്തിൻ്റെ ദൈവമാണ്. നമ്മുടെ ദൈവം അകലെയല്ല, അരികിലാണ്. അതുകൊണ്ടാണ് ക്ലോസ്നെസ്. മറ്റൊന്നാണ് കമ്പാഷൻ. ദൈവം ആർദ്രതയാണ്. ടെൻഡർനെസ്, ആ ദൈവത്തിൻ്റെ അലിവ് അദ്ദേഹം എടുത്തു പറയുകയാണ്. ഈ അടുത്ത നാളുകളിൽ ഒരു വൈദിക സുഹൃത്ത് പങ്കുവെക്കുകയാണ്, പട്ടം സ്വീകരിച്ച് പുരോഹിതനാകാൻ തയ്യാറെടുക്കുന്ന അദ്ദേഹത്തോട് പഴയ ഒരു അധ്യാപിക ഇങ്ങനെ കൂട്ടിച്ചേർത്തു, എന്തായാലും അച്ഛനാവാൻ പോവല്ലേ, അമ്മയാവാൻ മറക്കരുത്. എന്തായാലും അച്ഛനാകാൻ പോവുമല്ലേ, അമ്മയാവാൻ മറക്കരുത്. വല്ലാതെ ഹൃദയത്തെ തൊട്ട ഒരു വാക്കാണ്. ദൈവം അമ്മയാവാൻ മറന്നില്ല. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് 49:15 മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ഈ ഒരു കരുണാർദ്ര സ്നേഹം ഈ ആഗമന കാലത്ത് നമ്മുടെ ഭവനങ്ങളിലേക്ക്, നമ്മുടെ ജീവിതങ്ങളിലേക്ക് നമുക്ക് സ്വീകരിക്കാം. എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നവനാണ്. ഒരു താതനെ പോലെ അവിടുന്ന് കരുതുന്നവനാണ്. പെറ്റമ്മ മറന്നാലും എന്നെ മറക്കാത്തവനാണ്. അതുകൊണ്ട് തന്നെ ആ സ്നേഹമായ ദൈവത്തെ ഈ ആഗമന കാലത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരിക്കൽ കൂടെ നമുക്ക് സ്വീകരിക്കാം. ഈ വരികളോട് ചേർന്ന് നമുക്ക് നമ്മുടെ ഹൃദയങ്ങൾ ഒരുക്കാം. നമ്മുടെ ജീവിതത്തെ അറിയുന്ന ദൈവമാണ്. അവിടുന്ന് ഗോഡ് ഓഫ് ക്ലോസ്നെസ് ആണ്, അടുപ്പത്തിൻ്റെ ദൈവമാണ്. അതുകൊണ്ടാണ് ദൈവം മനുഷ്യനായി നമ്മുടെ ഇടയിൽ വസിച്ചത്. അതുകൊണ്ട് ഈ ക്രിസ്തുമസ് തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രത്യാശയുടെ ആഘോഷമായിട്ട് മാറണം. ഈ വരികളോട് ചേർന്ന് ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നിറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, വന്ധ്യമായ വിഷാദാത്മകത പിടികൂടിയ ഈ കാലത്ത് ദൈവത്തിൻ്റെ സ്നേഹത്തിന് മാത്രമേ നമ്മുടെ ജീവിതങ്ങളെ പ്രത്യാശയുടെ ഒരു ഉത്സവമാക്കി മാറ്റാൻ കഴിയൂ. ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈ ഗാനത്തോട് ചേർന്ന്. എൻ്റെ ദൈവം എന്നെ എന്നും സ്നേഹിക്കുന്നു, താതനെപ്പോൽ അവിടുന്നു സ്നേഹിക്കുന്നു.
കരുതലോടെ പാലിക്കുന്നു. എന്റെ ദൈവം എന്നെ എന്നും സ്നേഹിക്കുന്നു. താതനെപ്പോൽ അവിടുന്നു സ്നേഹിക്കുന്നു. തന്റെ ഉള്ളം കയ്യിൽ എന്നെ സൂക്ഷിക്കുന്നു. മക്കളെപ്പോൽ കരുതലോടെ പാലിക്കുന്നു. നമുക്ക് തിരുവചനം ഓർക്കാം. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. അതുകൊണ്ട് ഒരിക്കൽ കൂടെ ഈ ഈരടികളോട് ചേർന്ന് നമുക്ക് നമ്മുടെ ഉള്ളിൽ നമ്മളോട് തന്നെ പറയാം, എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നവനാണ്, ഒരു പിതാവിനെ പോലെ എന്നെ കരുതുന്നവനാണ്, പെറ്റമ്മ മറന്നാലും എന്നെ മറക്കാത്തവനാണ്. ആ ഒരു വലിയ സ്നേഹത്തെ അറിഞ്ഞുകൊണ്ട് ആ സ്നേഹം നിറയാൻ വീണ്ടും ഒരു തിരുപ്പിറവിക്കാലം നമുക്ക് തിരുസഭ സമ്മാനിക്കുകയാണ്. വലിയ ദാഹത്തോടെ, വലിയ ആഗ്രഹത്തോടെ ദൈവസ്നേഹം നിറയാൻ നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ നമുക്കൊന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം ഈ വരികളോട് ചേർന്ന്. എൻ്റെ ദൈവം എന്നെ എന്നും സ്നേഹിക്കുന്നു. താതനെപ്പോൽ അവിടുന്ന് സ്നേഹിക്കുന്നു. തൻ്റെ ഉള്ളം കയ്യിലെന്നെ സൂക്ഷിക്കുന്നു. മക്കളെപ്പോൽ കരുതലോടെ പാലിക്കുന്നു. എന്റെ ദൈവം എന്നെ എന്നും സ്നേഹിക്കുന്നു. ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. താതനെപ്പോൽ അവിടുന്നു സ്നേഹിക്കുന്നു. ദൈവമേ, നിന്റെ സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണമേ എന്ന് ആഗ്രഹിക്കാം. തന്റെ ഉള്ളം കയ്യിൽ എന്നെ സൂക്ഷിക്കുന്നു. മക്കളെപ്പോൽ കരുതലോടെ പാലിക്കുന്നു. ശാന്തമായിട്ടൊന്ന് സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹാലലൂയ, ഹാലലൂയ. ഓ ദൈവമേ, നിന്റെ വലിയ സ്നേഹം ഞങ്ങളുടെ ഭവനങ്ങളിൽ ഈ സമയം അനുഭവിക്കുവാൻ കൃപയരുളണമേ. ഓ അബാ പിതാവേ, സ്വർഗം തുറന്ന് അവിടുത്തെ കരുണ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. ദൈവത്തിൻ്റെ കാരുണ്യം ഞങ്ങളിലും ഞങ്ങളുടെ ഭവനങ്ങളിലും ദേശങ്ങളിലും എല്ലാം വ്യാപരിക്കട്ടെ. ഓ ദൈവമേ, വന്ധ്യമായ വിഷാദാത്മകത, മനസ്സിനെ മടുപ്പിക്കുന്ന അസ്വസ്ഥതകൾ, കർത്താവെ, അതെല്ലാം അവിടുത്തെ തിരുക്കുമാരൻ്റെ ഈ തിരുപ്പിറവിക്കാലത്ത് നീങ്ങിപ്പോകട്ടെ. പുതിയൊരാനന്ദം ഞങ്ങളിൽ നിറയട്ടെ. ഓ യേശുവെ, ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. ദൈവമേ, ഞങ്ങളങ്ങെ മഹത്വപ്പെടുത്തുന്നു. ഹാലേലൂയ. കർത്താവെ, നന്ദി പറയുന്നു. യേശുവെ, സ്തോത്രം. ദൈവമേ, ആരാധന. ഹാലേലൂയ. കർത്താവെ, ഈ രാത്രി ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ ജീവിതങ്ങളെ തൊടണമേ, പ്രത്യാശ കൊണ്ട് നിറയ്ക്കണമേ. തൻ്റെ ഉള്ളം കയ്യിലെന്നെ സൂക്ഷിക്കുന്നു. മക്കളെപ്പോൽ കരുതലോടെ അമ്മയാവാൻ മറക്കാതെ പോയ ഒരു ദൈവം നമുക്കുണ്ട്. അമ്മയെക്കാളും കരുതുന്ന ഒരു ദൈവം നമുക്കുണ്ട്. നമുക്ക് ആ ഒരു വലിയ സ്നേഹത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ ചേർത്ത് വയ്ക്കാം. ഈ അടുത്ത് കഴിഞ്ഞ വർഷം ക്രിസ്തുമസിൻ്റെ സമയത്ത് മലയാള സാഹിത്യത്തിലെ പ്രതിഭാധനനായ എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ച ഒരു വാചകം ഇങ്ങനെയാണ്: രക്ഷകനായി ഒരാൾ ഈ കെട്ടകാലത്തെങ്കിലും ഉരുവം കൊണ്ടിരുന്നെങ്കിൽ. എല്ലാ സുഹൃത്തുക്കൾക്കും ക്രിസ്തുമസ് ആശംസകൾ. രക്ഷകനായി ഒരാൾ ഈ കെട്ടകാലത്തെങ്കിലും ഉരുവം കൊണ്ടെങ്കിൽ. അപ്പോൾ മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഇന്നും രക്ഷകന് വേണ്ടിയുള്ള ദാഹമുണ്ട്. തീർച്ചയായും ഈ സാഹിത്യകാരനോട് നമുക്ക് മാപ്പ് ചോദിക്കാം. കാരണം രക്ഷകനായി ഒരാൾ ഇന്നും ഉണ്ട് എന്ന് അദ്ദേഹത്തെപ്പോലുള്ളവരോട് പങ്കുവെക്കാൻ എവിടെയോ നമുക്ക്
കഴിയാതെ പോയി. വിശുദ്ധ വിൻസെൻ്റ് പള്ളോട്ടി പറഞ്ഞ ഒരു വാക്കാണ്, അവർ ഗോഡ് ഈസ് മാഡ് ഇൻ ബീയിങ് മേഴ്സിഫുൾ. ദൈവം കരുണ കാണിക്കുന്നതിൽ ഒരു വട്ടനെ പോലെ, ഹീസ് മാഡ്. അവർ ഗോഡ് ഈസ് മാഡ് ഇൻ ബീയിങ് മേഴ്സിഫുൾ. ഈ കരുണയുടെ ദൈവത്തെ ഇനിയും കണ്ടെത്താൻ കഴിയാത്ത ഒരുപാട് മനുഷ്യരുണ്ട്. അതുകൊണ്ട് പ്രത്യേകമായിട്ട് ഈ രക്ഷാദീപം ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് നമുക്ക് ആഗ്രഹിക്കാം, ദൈവമേ, നിൻ്റെ സ്നേഹം, നിൻ്റെ കരുണ കൂടുതൽ ആഴത്തിൽ രുചിച്ചറിയാൻ കൃപയരുളണമേ. ഒരിക്കൽ കുറച്ച് കൊച്ചുകുട്ടികൾ ഒരു ക്രിസ്തുമസിൻ്റെ സന്ധ്യയിൽ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുകയാണ്. ആ പ്രോഗ്രാമിൻ്റെ പേര് ക്രിസ്മസ് ലവ് എന്നാണ്. ഓരോ കുഞ്ഞുങ്ങളുടെ കയ്യിലും ഒരു ചെറിയ പ്ലക്കാർഡുണ്ട്. ഓരോ ലെറ്ററാണ്, CHR ഇങ്ങനെ. ഈ കുട്ടികൾ ഈ ലെറ്റർ ഉയർത്തിപ്പിടിക്കും. അതാണ് അവർ പാടുന്ന അല്ലെങ്കിൽ അവർ കാഴ്ചവെക്കുന്ന ആ ഒരു പ്രോഗ്രാമിൻ്റെ ഏറ്റവും അവസാനത്തെ രംഗം. അങ്ങനെ പാട്ടൊക്കെ കഴിഞ്ഞ് ഓരോരുത്തരായിട്ട് അവരുടെ പ്ലക്കാർഡ് ഉയർത്തിപ്പിടിച്ചപ്പോൾ അതിൽ ഒരു കുഞ്ഞ് M എന്ന് പിടിക്കേണ്ടതിന് പകരം അത് തലതിരിച്ചു പിടിച്ചു, W ആയിപ്പോയി. പക്ഷേ കണ്ടുനിന്ന ആ ഓഡിറ്റോറിയത്തിലുണ്ടായിരുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തെ അത് തൊട്ടു. കാരണം ക്രിസ്മസ് ലവ് എന്നത് ആ വാക്ക് മാറിപ്പോയപ്പോൾ ക്രൈസ്റ്റ് വാസ് ലവ് എന്നായി മാറി. ക്രിസ്തു സ്നേഹമായിരുന്നു. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് ആ സ്നേഹത്തെ നെഞ്ചിലേറ്റുവാങ്ങിയ യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. 1 യോഹന്നാൻ 4-ാമത്തെ അധ്യായം 14 മുതൽ 16 വരെ. പിതാവ് തൻ്റെ പുത്രനെ ലോകരക്ഷകനായി അയച്ചു എന്ന് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു, ഞങ്ങളത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. യേശു ദൈവപുത്രനാണെന്ന് ഏറ്റുപറയുന്നവനിൽ ദൈവം വസിക്കുന്നു, അവൻ ദൈവത്തിലും വസിക്കുന്നു. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നാം അറിയുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. ദൈവം സ്നേഹമാണ്. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു. ഈ ആഗമനകാലം നമ്മളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു, ക്രൈസ്റ്റ് വാസ് ലവ്. ക്രിസ്തു സ്നേഹമാണ്. അതുകൊണ്ട് സ്നേഹം വല്ലാതെ നഷ്ടപ്പെട്ട ഒരു ലോകത്ത്, സ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹം വർദ്ധിക്കുകയും അത് കണ്ടെത്താനാവാതെ മറ്റ് പലയിടങ്ങളിലും കുരുങ്ങിപ്പോവുകയും ചെയ്ത ഒരു ലോകത്ത് നമുക്ക് ഈ ആഗമനകാലത്ത് ലോകത്തോട് പറയാൻ കഴിയണം, എൻ്റെ ഈശോ സ്നേഹമാണ്. ക്രൈസ്റ്റ് വാസ് ലവ്. യോഹന്നാൻ പറയുകയാണ്, പിതാവ് തൻ്റെ പുത്രനെ ലോകരക്ഷകനായി അയച്ചു എന്ന് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു. ഈ ഒരു കൺവിക്ഷൻ യേശുവിൻ്റെ വക്ഷസിൽ ചാരിക്കിടന്ന യോഹന്നാൻ ഉണ്ടായിരുന്നു. പിതാവ് തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് ലോകരക്ഷകനായിട്ടാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആ യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കാൻ, സ്വന്തമാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമുക്ക് ഈ ആഗമനകാലത്ത് നമ്മുടെ ഹൃദയങ്ങളെ തുറന്നു കൊടുക്കാം. വെളിപാട് പുസ്തകം 3-ാം അധ്യായം 19-20 വാക്യങ്ങളിൽ പറയുന്നതാ, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടി വിളിക്കുന്നു. ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിലേക്കും കടന്നു വരാൻ ഒരു പഴുത് തേടുന്നവനാണ്. നമ്മുടെ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ, കാരണം ഹീസ് എ ഗോഡ് ഓഫ് ക്ലോസ്നെസ് ആൻഡ് കമ്പാഷൻ ആൻഡ് ടെൻഡർനെസ്. അവിടുന്ന് അടുപ്പത്തിൻ്റെ ദൈവമാണ്. അതുകൊണ്ടാണ് ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം എന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഭക്തി എന്ന സംസ്കൃത വാക്കിൻ്റെ അർത്ഥം എവിടെയോ വായിച്ചു, വ്യക്തിയോടുള്ള സ്നേഹം. ദൈവഭക്തി എന്നാൽ ദൈവം എന്ന വ്യക്തിയോടുള്ള സ്നേഹമാണ്. അല്ലെങ്കിൽ ദൈവത്തോടുള്ള സ്നേഹം എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ. അതുകൊണ്ട് ഈ ആഗമനകാലത്ത് നമ്മുടെ ഹൃദയങ്ങളിലേക്ക്, നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരാൻ ഒരു പഴുത് തേടുന്ന ആ നല്ല ദൈവത്തെ നമുക്ക് സ്വീകരിക്കാം. നമുക്ക് ചോദിക്കാം, കർത്താവേ, നീ എന്തിനാണ് കാലിത്തൊഴുത്തിൽ പിറന്നത്? നീ എന്തിനാണ് ദരിദ്രനായി തീർന്നത്? പ്രിയമുള്ളവരെ, ഒരു ഉത്തരം മാത്രമേ അവിടുന്ന് നമുക്ക് തരൂ, അത് നിന്നോടുള്ള സ്നേഹം കൊണ്ട്. അതുകൊണ്ട് യോഹന്നാൻ്റെ ആ തിരുവെഴുത്ത് നമുക്ക് ഓർക്കാം, നമ്മുടെ ദൈവം സ്നേഹമാണ്. ആ സ്നേഹം നമ്മുടെ ജീവിതത്തിലേക്ക്
ചൊരിയപ്പെടട്ടെ. ഈ വരികളോട് ചേർന്ന് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവകരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ ചേർത്ത് വയ്ക്കാം, പ്രാർത്ഥിക്കാം. രാജാധിരാജൻ കാലിത്തോഴുത്തിൽ മനുജനായി പിറന്നതിൻ രഹസ്യമെന്തേ? പാപീദാസന് പാധേയമാകാൻ തിരുവോസ്തിയായതിൻ രഹസ്യമെന്തേ? രാജാധിരാജൻ കാലിത്തൊഴുത്തിൽ മനുജനായി പിറന്നതിൻ്റെ രഹസ്യമെന്തേ? പാപിദാസിക്കു പാധേയമാകാൻ തിരുവോസ്തിയായതിൻ രഹസ്യമെന്തേ? അറിയില്ല നാഥ, ഒന്നെനിക്കറിയാം, സ്നേഹം സ്നേഹം സ്നേഹമെന്ന്. അറിയില്ല നാഥ, ഒന്നെനിക്കറിയാം, സ്നേഹം സ്നേഹം സ്നേഹമെന്ന്. ദൈവകരങ്ങളിലേക്ക് നമ്മുടെ എല്ലാ ജീവിത നിയോഗങ്ങളെയും ആവശ്യങ്ങളെയൊക്കെ സമർപ്പിച്ചൊരിക്കൽ കൂടെ ദൈവത്തെ നമുക്ക് ആരാധിക്കാം, സ്തുതിക്കാം. സങ്കീർത്തനങ്ങൾ 8:2 തിരുവചനം പറയുന്നു, ശത്രുക്കളെയും രക്തദാഹികളെയും നിശബ്ദരാക്കാൻ അവിടുന്ന് ശിശുക്കളുടെയും മുലകുടിക്കുന്ന കുഞ്ഞുങ്ങളുടെയും അധരങ്ങൾ കൊണ്ട് സുശക്തമായ ഒരു കോട്ട കെട്ടി. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തിന്മകളെയും തകർക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ നാമം വിളിച്ച്, ഈശോയുടെ തിരുനാമം വിളിച്ച് ഒരിക്കൽ കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, ദൈവമേ നന്ദി, കർത്താവെ ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. ഈശോയെ, ഈ തിരുപ്പിറവി കാലത്ത്, ഈ ആഗമന കാലത്ത് സ്വർഗം തുറക്കണമേ, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് അവിടുന്ന് കടന്നു വരണമേ. ആബാ പിതാവേ, അവിടുത്തെ കരങ്ങൾ ഈ നിമിഷം ഞങ്ങളുടെ ജീവിതങ്ങളെ സ്പർശിക്കുമാറാകണമേ. ഹല്ലേലൂയ. ഞങ്ങൾക്ക് രക്ഷകനായി അവിടുത്തെ ഏകജാതനെ നൽകിയതിന് ഞങ്ങൾ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ആ രക്ഷകനെ ഏറ്റുപറയാൻ, ആ രക്ഷകനെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ കൃപ തരണമേ. യേശുവേ നന്ദി, ദൈവമേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുപ്പിറവിയുടെ ആനന്ദം നമ്മളിൽ നിറയ്ക്കാൻ ഈശോ നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുന്ന ദിവസങ്ങളാണ് ഈ ശുശ്രൂഷയുടെ ദിവസങ്ങൾ. ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ ആഗമന കാലത്ത് ഒരു ദൈവാനുഭവം എനിക്ക് തരണമേ, ദൈവത്തിൻ്റെ ഒരു സ്പർശനം അനുഭവിക്കാൻ കൃപ തരണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. മനസ്സിൽ പുൽക്കൂടു ഞാൻ തീർത്തു, നീയതിൽ പിറക്കാൻ എൻ്റെ മനസാക്ഷി വിശുദ്ധമാക്കൂ, നീയതിൽ വസിക്കാൻ. മനസ്സിൽ പുൽക്കൂടു ഞാൻ തീർത്തു, നീയതിൽ പിറക്കാൻ. മനസാക്ഷി വിശുദ്ധമാക്കൂ, നീയതിൽ വസിക്കാൻ. എന്നും നീയതിൽ വസിക്കാൻ. റിജോയ്സ് ആൻഡ് ബി ഗ്ലാഡ് എന്ന് പറയുന്ന അപ്പസ്തോലിക ഉദ്ബോധനത്തിൽ ഫ്രാൻസിസ് പാപ്പ എഴുതി, സ്നേഹത്തെ കളങ്കപ്പെടുത്തുന്നവയിൽ നിന്നെല്ലാം ഹൃദയത്തെ കാത്തു സൂക്ഷിക്കുക, അതാണ് വിശുദ്ധി. സ്നേഹത്തെ കളങ്കപ്പെടുത്തുന്നവയിൽ നിന്ന് നമ്മുടെ ഹൃദയങ്ങളെ കാത്തു സൂക്ഷിക്കാൻ ഈശോ നമുക്ക് തരുന്ന ഈ ആഗമനകാലം നമ്മുടെ അമ്മയായ പരിശുദ്ധ മറിയത്തോടും വിശുദ്ധ ഔസേപ്പ് പിതാവിനോടുമൊക്കെ ഒപ്പം നമുക്കും ആ പുൽക്കൂടിൻ്റെ സ്നേഹ ലാളിത്യത്തിലേക്ക് പ്രവേശിക്കാം. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മളിങ്ങനെ കാണുന്നു. സെബുലൂൺ, നഫ്താലി പ്രദേശങ്ങളെക്കുറിച്ച് പറയുന്ന വചനഭാഗം 4-ാം അധ്യായം 15-16. സമുദ്രത്തിലേക്കുള്ള വഴിയിൽ ജോർദാൻ്റെ മറുകരയിൽ സെബുലൂൺ, നഫ്താലി പ്രദേശങ്ങൾ,
വിജാതീയരുടെ ഗലീലി, അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മരണത്തിൻ്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. വചനം പറയുകയാണ്, അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മരണത്തിൻ്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം അന്ധകാരമുണ്ടെങ്കിലും, ഒരുപക്ഷെ പാപത്തിൻ്റെ വേദനമായ മരണം, അതിൻ്റെ സങ്കടങ്ങൾ, സഹനങ്ങൾ നമ്മൾ ചുമക്കുന്നുണ്ടെങ്കിലും ഓർക്കാം, ഈ തിരുപ്പിറവിയുടെ നാളുകളിൽ അവൻ സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ്. അതുകൊണ്ട് തീർച്ചയായും സെബുലൂൺ നഫ്താലി തീരങ്ങൾക്ക് മാത്രമല്ല, ലോകത്തിലെ സകല മനുഷ്യർക്കും വേണ്ടിയുള്ള രക്ഷയുടെ സന്തോഷം, അതാണ് ഈശോ. അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ആ കർത്താവിൻ്റെ കരുണയിൽ നമുക്ക് ചേർത്ത് വയ്ക്കാം. ഒരു സുവിശേഷകൻ അദ്ദേഹം എഴുതി തൻ്റെ ഗ്രന്ഥത്തിൽ, ദൈവത്തിന് ലോകത്തോട് പറയാനുള്ള ഏക സുവിശേഷം ഇതാണ്: എത്രമേൽ വലിയ പാപിയോടും എത്രമേൽ തകർന്നു പോയവനോടും ഒന്നായി ചേർന്ന് അവനെ പുതിയ സൃഷ്ടിയാക്കി മാറ്റാൻ ദൈവം തൻ്റെ ഏകജാതനെ ലോകത്തിലേക്ക് അയച്ചു. നമുക്ക് സുപരിചിതമായ ഒരു ദൈവവചനമാണ് യോഹന്നാൻ 3:16. അവിടെ വചനം പറയുന്നു, തന്നെ സ്നേഹിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. യോഹന്നാൻ 3:16. അവനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല. അതിന് ദൈവം നൽകിയ വലിയ സമ്മാനം, ആ സമ്മാനത്തിൻ്റെ പേരാണ് ഈശോ. ഒരിക്കൽ ഒരു ബിഷപ്പ്, അദ്ദേഹം ഒരു ഇടവകയിൽ സന്ദർശനം നടത്തുകയാണ്. അങ്ങനെ അപ്രതീക്ഷിതമായിട്ടാണ് കയറി ചെല്ലുന്നത്. കാറ്റഗിസം ക്ലാസ്സൊക്കെ നടക്കുന്നുണ്ട്. പിതാവ് ഒരു ക്ലാസ് മുറിയിൽ ചെന്നിട്ട് അവിടുത്തെ കുഞ്ഞുങ്ങളോട് ചോദിക്കുന്നു, മക്കളെ ടെക്സ്റ്റ് ബുക്കൊക്കെ അവിടെ വയ്ക്ക്. ആകാശവും ഭൂമിയും നമ്മൾ ജീവിക്കുന്ന എല്ലാ നന്മ നിറഞ്ഞ ഇതെല്ലാം, ഈ പ്രപഞ്ചം നമുക്ക് തന്നത് ആരാണ്? കുട്ടികൾ ഒന്നടങ്കം ഒരു കോറസിൻ്റെ രൂപത്തിൽ വിളിച്ചു പറഞ്ഞു, ദൈവം. പിതാവ് രണ്ടാമത് വീണ്ടും മറ്റൊരു ചോദ്യം ചോദിച്ചു, നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളെ, അപ്പനെ, പലതരം കഴിവുകൾ, ഇതൊക്കെ തന്നത് ആരാണ്? കുട്ടികൾ വീണ്ടും പറയുന്നു, ദൈവം. വീണ്ടും പിതാവ് മൂന്നാമതൊരു ചോദ്യം ചോദിക്കുന്നു. അതിനും ആ കുഞ്ഞുങ്ങൾ, ഇതെല്ലാം ആരാണ് തന്നത്? ഉത്തരം ഒന്നു മാത്രം, ദൈവം. തിരിച്ചു നടക്കുമ്പോൾ പിതാവ് തൻ്റെ സെക്രട്ടറി അച്ഛനോട് പറഞ്ഞു, ആകാശവും ഭൂമിയും അപ്പനും അമ്മയും കഴിവും സ്നേഹവും ഇതൊക്കെ തന്നത് ദൈവമാണ് എന്ന് പറയാൻ എന്തിനാണ് 7ാം ക്ലാസ് വരെ കാറ്റഗിസം പഠിക്കുന്നത്? ഒരു കാറ്റഗിസവും പഠിക്കാത്ത ഒരു കുഞ്ഞിനോട്, മാമോദിസയോ കാറ്റഗിസമോ ഒന്നും ഇല്ലാത്തൊരു കുഞ്ഞു പോലും പറയുന്നൊരു മറുപടിയാണ്, മോനെ ഇതൊക്കെ ആരാ തന്നത്? ദൈവം. അതേ വാക്കുകൾ ആവർത്തിക്കാൻ ഈ കുഞ്ഞുങ്ങൾ 7ാം ക്ലാസ് വരെ കാറ്റഗിസം പഠിക്കേണ്ട കാര്യമുണ്ടോ? എന്തുകൊണ്ടാണ് ഇതെല്ലാം എനിക്ക് തന്നത്? എൻ്റെ അപ്പനാണ് എന്ന് പറയാനുള്ള, എൻ്റെ പിതാവാണ് എന്ന് പറയാനുള്ള ഒരു തുറവി ഈ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കാത്തത്. പ്രിയമുള്ളവർ, ഈ ആഗമന കാലത്ത് നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാൻ കഴിയണം. എൻ്റെ ഒരു സ്നേഹിതൻ ആത്മീയ ശുശ്രൂഷയിലൊക്കെയുള്ള ഒരു വ്യക്തിയാണ്. ഒരു രൂപതയിലെ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷാ വേദിയിൽ നല്ല നിറയൗവനം ചെറുപ്പക്കാരിരിക്കുമ്പോൾ അദ്ദേഹം ചുമ്മാ അവരോട് ചോദിച്ചു, യേശുക്രിസ്തു മനുഷ്യനായി അവതരിച്ചതുകൊണ്ട്, യേശു കുരിശിൽ മരിച്ചതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ട്, എന്തെങ്കിലും ഉപകാരമുണ്ടായി എന്നുള്ള ഒരു കൈ ഉയർത്താൻ പറഞ്ഞു. അദ്ദേഹം പറയുകയാണ്, എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരാൾ പോലും കൈ ഉയർത്തിയില്ല. യേശുക്രിസ്തു മനുഷ്യനായി അവതരിച്ചതുകൊണ്ട്, അവിടുന്ന് കുരിശിൽ മരിച്ചതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്കുണ്ട് എന്ന് ഉറപ്പുള്ളവർ ഒന്ന് കൈ ഉയർത്താൻ പറഞ്ഞപ്പോൾ ഈ നിറയൗവനം തീക്ഷ്ണമതികളായ ചെറുപ്പക്കാർ അതിന് തയ്യാറായില്ല. ഇവിടെയാണ്
നമ്മൾ തിരിച്ചറിയേണ്ടത് മറ്റൊരു ആഗമന കാലത്ത് ആരോ ഫേസ്ബുക്കിൽ മറ്റോ പോസ്റ്റ് ചെയ്തൊരു വാചകമുണ്ട്. ഇത് ക്രിസ്തുമസ്സാണോ ക്രിസ്തു മിസ്സാണോ? ക്രിസ്തുമസ്സാണോ ക്രിസ്തു മിസ്സാണോ? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതുകൊണ്ട് കേവലം ഒരു പുൽക്കൂടൊരുക്കി വീടിന് ചുറ്റും നക്ഷത്ര ദീപങ്ങൾ തെളിയിച്ചു, നല്ല ഭക്ഷണം കഴിച്ചു, എല്ലാവർക്കും കാർഡ് അയച്ചു, ഇപ്പോൾ മൊബൈൽ ഫോണിലാണ്, വാട്സാപ്പിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ പോസ്റ്റ് ചെയ്തു ഹാപ്പി ക്രിസ്മസ്. പ്രിയമുള്ളവരെ, നമ്മൾ നമ്മളോട് ചോദിക്കണം, ഈ ഹാപ്പിനെസ് നമുക്കുണ്ടോ? ഇത്തരമൊരു പരിപാടി കൊണ്ട് നമുക്ക് ക്രിസ്തുവിനെ കബളിപ്പിക്കാൻ കഴിയുമോ? ഗലാത്യ ലേഖനം 6:7 കൃത്യമായിട്ട് പറയുന്നു, നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട, ദൈവത്തെ ഒരുവനും ഒരിക്കലും കബളിപ്പിക്കാനാവില്ല. അതുകൊണ്ട് തീർച്ചയായും നമ്മൾ ആ ബിഷപ്പ് പറഞ്ഞ, ആ മെത്രാൻ അച്ഛൻ വേദനയോടെ പറഞ്ഞ വാക്ക് ഓർക്കണം. എന്തുകൊണ്ടാണ് ഇതെല്ലാം എനിക്ക് തന്നത് എൻ്റെ പിതാവാണ് എന്ന് പറയാനുള്ള ഒരു ഓപ്പൺനെസ് ഈ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കാതെ പോകുന്നത്? ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാനുള്ള ഒരുവൻ്റെ കഴിവിൻ്റെ പേരാണ് ക്രിസ്തീയത. അതുകൊണ്ടാണ് യേശു പറഞ്ഞ, എന്നിലൂടെ അല്ലാതെ ഒരുവനും പിതാവിൻ്റെ അടുത്തേക്ക് വരുന്നില്ല. പാകിസ്ഥാനിലെ ആഭ്യന്തരമന്ത്രിയൊക്കെ ആയിരുന്ന ഒരു മനുഷ്യൻ്റെ ഭാര്യ, പേര് ബിൽക്യൂസ് ഷെയ്ഖ് എന്നാണ്. അവരുടെ ജീവിതത്തിൽ അവർ ഒരു ക്രിസ്തു മതവിശ്വാസിയൊന്നുമല്ല. എന്നിട്ടും തൻ്റെ ജീവിതത്തിൻ്റെ പരാജയങ്ങളുടെയും തകർച്ചകളുടെയൊക്കെ നടുവിൽ യേശുവിനെ കണ്ടുമുട്ടി. പിന്നീട് അവരുടെ ജീവിതം യേശുവിന് മുഴുവനായിട്ട് കൊടുത്തു. അവരുടെ ആത്മകഥ ഇന്നും അവൈലബിളാണ്. ആ പുസ്തകത്തിൻ്റെ പേര് വളരെ മനോഹരമാണ്, ഐ ഡയർഡ് ടു കോൾ ഹിം ഫാദർ. ദൈവം എൻ്റെ പിതാവായപ്പോൾ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാനുള്ള ഒരുവൻ്റെ കഴിവിൻ്റെ പേര് ക്രിസ്തീയത. യേശു ഈ ലോകത്തിലേക്ക് വന്നത് അപ്പനെ കാണിച്ചു തരാനാണ്, പുത്രൻ. അതുകൊണ്ടാണ് യോഹന്നാൻ ഇത് വ്യക്തമായിട്ട് തൻ്റെ സുവിശേഷത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 18-ാമത്തെ വാക്യം. അവിടെ പറയുകയാണ്, ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. ഇതൊരു വലിയ സത്യമാണ്. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇവിടെ ചിലർ ദൈവമില്ല എന്നൊക്കെ പറയുന്നത് ശരിയാണ്, കാരണം അവർ കണ്ടിട്ടില്ല. പക്ഷെ യോഹന്നാൻ അവിടെ നിർത്തിയില്ല. എന്നിട്ട് പറയുകയാണ്, പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ഏകജാതനാണ് മനുഷ്യന് ദൈവത്തെ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ആ ഗാഢബന്ധം എന്ന വാക്കിന് ഒരു ഇംഗ്ലീഷ് ബൈബിളിൽ കാണുന്ന അർത്ഥം ഇതാണ്, ക്ലോസ് ടു ദ ഹാർട്ട് ഓഫ് ദ ഫാദർ. ക്ലോസ് ടു ദ ഹാർട്ട് ഓഫ് ദ ഫാദർ. പ്രിയമുള്ളവരെ, ഭക്തി എന്ന സംസ്കൃത വാക്കിൻ്റെ അർത്ഥം വ്യക്തിയോടുള്ള സ്നേഹം എന്നാണ്. ആ വാക്കിൻ്റെ ഒരു ആഴം ഇവിടെ നമുക്ക് കാണാം. ഗാഢബന്ധം. യേശുവിന് ദൈവവുമായിട്ടുണ്ടായിരുന്നത് ഈ ഗാഢബന്ധമാണ്. അതാണ് ക്ലോസ് ടു ദ ഹാർട്ട് ഓഫ് ദ ഫാദർ. എന്നിട്ട് വചനം പറയുകയാണ്, പുത്രൻ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു ദൈവത്തെ. അതാണ്, ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. ഈ ആഗമന കാലത്ത് ഈ വെളിപ്പെടുത്തൽ സ്വന്തമാക്കാനാണ് നമുക്ക് കഴിയേണ്ടത്. ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ നമുക്ക് കഴിയണം. ഒരിക്കലൊരു ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുത്ത ഒരു പെൺകുട്ടി അതിനുശേഷം പറഞ്ഞൊരു വാക്കുണ്ട്. അവരിങ്ങനെയാണ് പറഞ്ഞത്, ഈ ധ്യാനം അല്ലെങ്കിൽ ഈ ഒരു ശുശ്രൂഷ അല്ലെങ്കിൽ ഈ ഒരു ദൈവവചന ശുശ്രൂഷയിൽ പങ്കെടുക്കുവോളം ഐ വാസ് സിംപ്ലി എക്സിസ്റ്റിംഗ്. ഞാൻ വെറുതെ അങ്ങനെ ജീവിക്കുകയായിരുന്നു. ബട്ട് റൈറ്റ് നൗ ഐ ആം ഫുള്ളി അലൈവ്. ഇപ്പം ഞാൻ ഒരു പൂർണ്ണമായിട്ടും ജീവൻ പ്രാപിക്കുന്നു. കാരണം ദൈവത്തെ കണ്ടുമുട്ടുമ്പോൾ, ദൈവത്തെ അറിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. പ്രിയമുള്ളവരെ, ഈശോയെ അറിയാത്ത, യേശുക്രിസ്തുവിനെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത ഒരു ജീവിതം നയിച്ച ഒരാളാണ് ഞാൻ. 17 വർഷത്തെ എൻ്റെ ജീവിതത്തിൽ ക്രിസ്തു ഇല്ല. കാരണം ഞാനൊരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ച ഒരാളല്ല. അതുകൊണ്ട് തന്നെ ബാല്യത്തിൽ എനിക്ക് മാമോദിസയോ അല്ലെങ്കിൽ ആദ്യ കുർബാന സ്വീകരണമോ ഒന്നുമില്ല. പക്ഷേ ജീവിതത്തിൽ 17-ാമത്തെ വയസ്സിൽ ഒരു ക്യാൻസർ ഹോസ്പിറ്റലിൻ്റെ ആ
മരണത്തിൻ്റെയും മരുന്നിൻ്റെയും വേദനകളുടെയൊക്കെ ഒരു ഭൂമിയിലാണ് ക്രിസ്തു എന്ന് പറയുന്ന സത്യത്തിലേക്ക് എൻ്റെ കണ്ണുകൾ പ്രകാശിക്കുന്നത്. യോഹന്നാൻ 9:39 പറയുന്നുണ്ട്, കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്ധരായി തീരുകയും ചെയ്യേണ്ടതിന് ന്യായവിധിക്കായിട്ടാണ് ഞാൻ ലോകത്തിലേക്ക് വന്നത്. അതുകൊണ്ട് ആ ആശുപത്രിയിൽ ചെലവഴിച്ച, രോഗിയായ പിതാവിനോടുകൂടെ ചെലവഴിച്ച ആ കുറച്ചു കാലം, ഒരിക്കൽ മലയാളത്തിലെ പ്രശസ്തനായ ഒരു സിനിമാ താരം, അദ്ദേഹം ക്യാൻസർ രോഗിയായി കിടന്ന ജീവിതാനുഭവങ്ങളെ നോക്കിയിട്ട് ക്യാൻസർ വാർഡിലെ ചിരി എന്ന് പറയുന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. എന്നാൽ ആ ക്യാൻസർ വാർഡിൽ ദൈവത്തെ കണ്ടെത്തിയപ്പോൾ ഞാൻ ആ പേരിനെ ഒന്ന് മാറ്റിയിട്ട് ഒരു ലേഖനം പിന്നീട് എഴുതി, ക്യാൻസർ വാർഡിലെ ദൈവം. ശരിക്കും വേദനിക്കുന്ന മനുഷ്യരിൽ, പ്രിയപ്പെട്ടവരുടെ നൊമ്പരങ്ങളെ നോക്കിയിട്ട് കണ്ണുനീരൊഴുക്കുന്ന അമ്മമാരിൽ, ഭാര്യ, മക്കൾ, ഇവരിലൊക്കെ നമുക്ക് ദൈവത്തെ കാണാമായിരുന്നു. ആ ആശുപത്രിയുടെ കുഞ്ഞു ദേവാലയത്തിൽ നിന്നാണ് എൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ തുടക്കം. പ്രിയമുള്ളവരെ, യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നു, ജീസസ് കെയിം ടു ദ വേൾഡ് ടു ബ്രിങ് ജോയ് ടു ദ ഹ്യൂമാനിറ്റി. മനുഷ്യനെ ആനന്ദ നൃത്തത്തിലേക്ക് നയിക്കാൻ വന്നവൻ്റെ പേരാണ് മിശിഹ. അതുകൊണ്ട് ഈ ആഗമന കാലത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ആദികളും വ്യാധികളും ഏറ്റെടുക്കാൻ വന്ന ക്രിസ്തുവിലേക്ക് നമുക്കത് ചേർത്ത് വയ്ക്കാം. സുവിശേഷത്തിൻ്റെ ആനന്ദത്തിൽ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞ അർത്ഥപൂർണമായ ചില വരികൾ ഇങ്ങനെയാണ്: സുവിശേഷത്തിൻ്റെ ആനന്ദം യേശുവിനെ അഭിമുഖീകരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിലും ഹൃദയങ്ങളിലും കവിഞ്ഞൊഴുകുന്നു. എന്നിട്ട് പറയണം, അവിടുത്തെ രക്ഷയുടെ വാഗ്ദാനം സ്വീകരിക്കുന്ന എല്ലാവരും 4 കാര്യങ്ങൾ: 1 പാപത്തിൽ നിന്ന്, 2 ദുഃഖത്തിൽ നിന്ന്, 3 ആന്തരിക ശൂന്യതയിൽ നിന്ന്, 4 ഏകാന്തതയിൽ നിന്ന് വിമോചിക്കപ്പെടുന്നു. എന്നിട്ട് അദ്ദേഹം പറയണം, യേശുവിനോടൊപ്പം ആനന്ദം നിരന്തരം നവജന്മം പ്രാപിക്കുന്നു. അതുകൊണ്ട് ഈ ശുശ്രൂഷയുടെ നിമിഷങ്ങളിൽ ഏതെങ്കിലും പാപത്തിൻ്റെ, ഏതെങ്കിലും ദുഃഖത്തിൻ്റെ, ആന്തരിക ശൂന്യതയുടെ കെട്ടുകൾ നമ്മളെ ബന്ധിച്ചിട്ടുണ്ടോ, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് അത് നമുക്ക് കൊടുക്കാം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ മുമ്പിൽ. ഈ നമ്മുടെ ജീവിതത്തിൽ യേശുവിനോടൊപ്പം ആനന്ദം നിരന്തരം നവജന്മം പ്രാപിക്കണം. ആരോ എഴുതി, എ ജോയ്ഫുൾ ക്രിസ്ത്യൻ ഈസ് എ പവർഫുൾ ക്രിസ്ത്യൻ. പരിശുദ്ധ അമ്മ പാടി, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ഇന്ന് ലോകത്തിന് സന്തോഷമേ ഉള്ളൂ. സന്തോഷം എപ്പോൾ വേണമെങ്കിലും ദുഃഖമായിട്ട് മാറും. പക്ഷേ ആനന്ദം യേശുവാണ്. ജീസസ് ഈസ് ഈക്വൽ ടു ജോയ്. അതുകൊണ്ട് ആ ആനന്ദത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ ഈ ആഗമന കാലത്ത് ദൈവം കൊണ്ടുപോവുക, ക്ഷണിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലുകൾ തമ്പുരാൻ്റെ മുമ്പിലൊന്ന് തുറന്നു കൊടുക്കാം. ഈ പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളെ മുഴുവനായിട്ടും ആനന്ദമാക്കി പരിവർത്തനപ്പെടുത്താൻ കർത്താവിന് കഴിയും. ദൈവ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊടുക്കാം, നമ്മുടെ സങ്കടങ്ങളെ കൊടുക്കാം, നമ്മുടെ നിരാശയെ കൊടുക്കാം. അതെല്ലാം അനുഗ്രഹമാക്കി മാറ്റാൻ, എത്രമേൽ വലിയ പാപിയോടും ഒന്നായി ചേർന്ന് അവനെ പുതുസൃഷ്ടിയാക്കി മാറ്റാൻ, അവനൊരു പുതുജീവിതം നൽകാൻ ദൈവം തൻ്റെ ഏകജാതനെ ലോകത്തിലേക്ക് അയച്ചു. പ്രിയമുള്ളവരെ, ഇതാണ് ക്രിസ്തുമസ്. ക്രിസ്തുവിനെ കണ്ടെത്തുന്നത് ആനന്ദം അറിയുന്നതിന് തുല്യമാണ്. നമ്മുടെ ജീവിതത്തെ സന്തോഷം കൊണ്ട് നിറയ്ക്കാൻ നെട്ടോട്ടം ഓടണോ? ഈശോ സമരിയക്കാരി സ്ത്രീയോട് പറഞ്ഞ അതാണ്, സ്ത്രീയെ, ഈ വെള്ളം കുടിക്കുന്നവന് ദാഹിക്കും, എന്നാൽ ഞാൻ നൽകുന്ന ജലം അത് പാനം ചെയ്യുന്നവന് ദാഹിക്കില്ല. ഒരു നിമിഷം നമ്മുടെ ഹൃദയങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്താം, ദൈവത്തെ ആരാധിക്കാം. ഒന്ന് നമ്മുടെ ഉള്ളിലേക്ക് നോക്കുക. എവിടെ എനിക്കിന്ന് ആനന്ദമുണ്ടോ? ഇന്ന് കേരളത്തെ നോക്കിയിട്ട് ചില മനഃശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു, കേരളം ഇന്ന് ഡിപ്രസീവ് ക്യാപിറ്റലാണ്. കേരളത്തിലെ മോസ്റ്റ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് സിക്നെസ് എന്ന് പറയുന്ന ഡിപ്രഷനാണ്. വേഗത്തിൽ വിഷാദം ബാധിക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറുന്നുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വേഗത്തിൽ പടരുന്ന രോഗം വിഷാദരോഗമാണ്. ഇവിടെ നമ്മൾ തിരിച്ചറിയണം, ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ എൻ്റെ സകല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമാണ്. ഒന്ന് സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശു അവനാരിലും വലിയവൻ, അവനാരിലും മതിയായവനാണ്. വലിയ വിശ്വാസത്തോടൊന്ന് സ്തുതിച്ചു പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, കർത്താവേ നന്ദി. എൻ്റെ ദുഃഖത്തെ, എൻ്റെ ആന്തരിക ശൂന്യതയെ, എൻ്റെ ഏകാന്തതയെ എടുത്തു മാറ്റാൻ സ്വർഗത്തിലെ ദൈവം എനിക്കായി അയച്ച ഒരാളുണ്ട്. ആ നാമം യേശുവാണ്. ആ യേശുവിനെ ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശു വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. യേശു ആമേൻ.
അവനാരിലും വലിയവൻ. യേശു യേശു അവനാരിലും മതിയായവൻ. ദൈവവുമായി ഗാഢബന്ധം പുലർത്തുന്ന പുത്രൻ തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. പ്രിയമുള്ളവരെ, ദൈവത്തെ അറിയണോ? ഗാഢബന്ധം പുലർത്തുന്ന പുത്രനെ സ്വീകരിക്കുക. ആ യേശുവിൻ്റെ ആ സാന്നിധ്യത്തിലേക്ക് വാ. ആ കർത്താവിലേക്ക് നമ്മുടെ ജീവിതത്തെ ചേർത്ത് വെക്ക്. ഒരുമിച്ച് പാടി ആരാധിക്കാം, പ്രാർത്ഥിക്കാം, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കാം. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. വചനം നമുക്ക് ഉറപ്പ് തരുന്നു. ഏറ്റു പറയാം, ചേർന്ന് പാടാം. യേശു അവനാരിലും വലിയവൻ. യേശു യേശു അവനാരിലും വലിയവൻ. യേശു യേശു അവനാരിലും മതിയായവൻ. നമുക്ക് പറയാം, നീ മാത്രം മതി കർത്താവേ, നീ മാത്രം മതി. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. എന്റെ സങ്കടങ്ങളെക്കാൾ എനിക്ക് നീ മാത്രം മതി കർത്താവേ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി. ജ്ഞാനത്തിന്റെ പുസ്തകം 4:12 പറയുന്നു, ഭ്രമിപ്പിക്കുന്ന മോഹങ്ങൾ നിഷ്കളങ്ക മനസ്സിനെ വഴിപിഴപ്പിക്കും. തിന്മയുടെ വശീകരണ ശക്തിയിൽ നന്മയ്ക്ക് മങ്ങലേൽക്കും. ഭ്രമാത്മകമായതിൻ്റെ പിറകെ പരക്കം പാഞ്ഞ് ജീവിതം ഒരു തകർച്ചയും നാശവുമാക്കി മാറ്റിയ ഒരു വ്യക്തിയാണോ ഞാൻ? ഹൃദയപൂർവ്വം നമുക്ക് പറയാം, യേശുവേ നീ മാത്രം മതി. ബാക്കിയെല്ലാം കബളിപ്പിക്കലാണ്. മനുഷ്യൻ കണക്ക് കൂട്ടുന്ന മൃഗമാണെന്നും പിശാച് ശവന്തീനി കഴുകനാണെന്നും ഒരു ആത്മീയ പുസ്തകം പറയുന്നു. മനുഷ്യൻ കണക്ക് കൂട്ടുന്ന മൃഗമാണ്. മനുഷ്യൻ്റെ സ്നേഹത്തിനൊക്കെ ഒരു കാൽക്കുലേറ്റിംഗ് ലവ് ആണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വ്യവസ്ഥകളില്ലാതെ എന്നെ സ്നേഹിക്കുന്ന, എന്നെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, ഒരാളുണ്ട്. അത് യേശുവാണ്. വലിയ വിശ്വാസത്തോടെ ഒരിക്കൽ കൂടെ പറയാം, നീ മാത്രം മതി. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. ആഗ്രഹത്തോടെ പറയാം, നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നമ്മൾ കേട്ടിട്ടുണ്ട്, 1000 പുൽക്കൂട്ടിൽ ഉണ്ണി പിറന്നാലും നിന്റെ ഹൃദയത്തിൽ പിറക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? ഒരുപാട് തവണ പറഞ്ഞ് പഴകിയ ഒരു വാക്കാണെങ്കിലും ഈ ആഗമന കാലത്ത് ദൈവം പോലും മനുഷ്യനായി. മനുഷ്യ, എന്നിട്ട് നിനക്ക് മനുഷ്യനാകാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? അതുകൊണ്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം, കർത്താവേ എന്നെ കൂടുതൽ മനുഷ്യനാക്കണമേ, സ്നേഹമുള്ളവനാക്കി മാറ്റണമേ. സ്നേഹത്തെ കളങ്കപ്പെടുത്തുന്ന എല്ലാറ്റിൽ നിന്നും ഹൃദയത്തെ കാത്തു സൂക്ഷിക്കുന്ന വിശുദ്ധി എനിക്ക് നൽകണമേ. ഒരിക്കൽ കൂടെ നമുക്ക് പാടാം, യേശുവേ അങ്ങ് മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവേ, ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. സ്വർഗാദി സ്വർഗം തുറക്കണമേ അപ്പാ. സക്കറിയ 9:8 അങ്ങ് വാഗ്ദാനം ചെയ്തു, ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും. ഒരു മർദ്ദകനും അവരെ സമീപിക്കില്ല. എൻ്റെ കണ്ണ് അവരുടെ മേലുണ്ട്. ഈ പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ കർത്താവേ, ഞങ്ങളുടെ ഭവനങ്ങൾക്ക് ചുറ്റും നീ പാളയമടിച്ച് ഞങ്ങൾക്ക് സംരക്ഷണം ഒരുക്കുന്ന ദൈവമാണല്ലോ. സകല ഭയത്തിൽ നിന്നും, മരണഭീതിയിൽ നിന്ന്, കടബാധ്യതയിൽ നിന്ന്, സാത്താന്റെ കെണിയിൽ നിന്ന് കർത്താവേ, എനിക്കും എൻ്റെ കുടുംബത്തിനും നിന്റെ സംരക്ഷണം ഇപ്പോൾ അവിടെ നൽകണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ നന്ദി. കർത്താവേ, ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. ഈ ലോകത്തിന്റെ പാഴ് സ്നേഹം, ലൗകിക വ്യഗ്രത, ജീവിത വ്യഗ്രത നീങ്ങിപ്പോവട്ടെ കർത്താവേ. ദൈവത്തിന് വേണ്ടി തുറന്ന ഒരു ഹൃദയം എനിക്ക് തരണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്നേഹം, ജീസസ് വാസ് ലവ്. യേശു സ്നേഹമായിരുന്നു. കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ പറയുന്നു, അവസാന നാളുകളിൽ ഞാനും നിങ്ങളും വിധിക്കപ്പെടാൻ പോകുന്നത് നമുക്ക് എന്തുമാത്രം വരദാനങ്ങൾ ഉണ്ടായിരുന്നു, എത്രമാത്രം ജപമാല ചൊല്ലുമായിരുന്നു, എത്ര വചനം പഠിച്ചു, എന്തുമാത്രം ദേവാലയങ്ങൾ സന്ദർശിച്ചു. ഇതൊന്നുമല്ല.
അവസാന ദിവസം ഞാനും നിങ്ങളും വിധിക്കപ്പെടുക, വിശുദ്ധൻ പറയുകയാണ്, സ്നേഹം കൊണ്ടായിരിക്കും. എത്രമാത്രം സ്നേഹമുണ്ടായിരുന്നു! ഈശോ സ്നേഹമായിരുന്നു. ഈ ലോകത്തെ സ്നേഹിക്കാൻ പഠിപ്പിക്കാൻ വന്നവനായിരുന്നു. കർത്താവെ, ഞങ്ങളെ സ്നേഹമാക്കി മാറ്റണമേ. ഞങ്ങളിലെ വെറുപ്പും വിദ്വേഷവും, ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരിക്കൽ പറഞ്ഞു, സ്നേഹിക്കാൻ കഴിയാത്ത ഹൃദയം ഒരു നരകമാണ്. അതുകൊണ്ട് ഇന്ന് അനേക ജീവിതങ്ങൾ നരകത്തിലാണ്. ഒറ്റ കാര്യമേ വേണ്ടൂ, ഈശോ സ്നേഹമായിരുന്നു. ആ സ്നേഹം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. ആ കർത്താവിൻ്റെ സ്നേഹത്തിന് വേണ്ടി നമ്മളെ മുഴുവനായും നമുക്ക് സമർപ്പിക്കാം. ഈ ആഗമന കാലത്ത് കർത്താവെ, ഞങ്ങളുടെ വെറുപ്പും വൈരാഗ്യ ചിന്തകളും എല്ലാം വിട്ടുപോകട്ടെ. സ്നേഹമാക്കി ഞങ്ങളെ മാറ്റണമേ. ഇന്നോളം എന്നെന്നും വീണാലും കണ്ണീരൊപ്പി രാരീരം പാടുന്ന സ്നേഹം, അതാണ് നമ്മുടെ ദൈവം. ആ സ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരട്ടെ. ആ സ്നേഹം നമ്മുടെ ഉള്ളിൽ നിറയട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നോളമെന്നെന്നും വീണാലും കണ്ണീരൊപ്പി രാരീരം പാടുന്ന കാരുണ്യമേ, കാണാതെ പോകുമ്പോ തേടുന്നു പേരും ചൊല്ലി മാതാവേ കാളുമെന്തു വാത്സല്യമേ. ഇന്നോളമെന്നെന്നും വീണാലും കണ്ണീരൊപ്പി രാരീരം പാടുന്ന കാരുണ്യമേ, കാണാതെ പോവുമ്പോൾ തേടുന്നു പേരും ചൊല്ലി മാതാവേ കാളും ഹിന്ദു വാത്സല്യമേ. യെശയ്യാ പ്രവാചകൻ പറയുകയാണ്, 63-ാം അധ്യായം 16-ാം തിരുവചനം, അബ്രഹാം ഞങ്ങളെ അറിയുന്നില്ലെങ്കിലും ഇസ്രായേൽ ഞങ്ങളെ അംഗീകരിക്കുന്നില്ലെങ്കിലും അങ്ങാണ് ഞങ്ങളുടെ പിതാവ്. കർത്താവെ, അങ്ങ് തന്നെയാണ് ഞങ്ങളുടെ പിതാവ്. ഞങ്ങളുടെ വിമോചകൻ എന്ന് തന്നെയാണ് അങ്ങയുടെ നാമം. ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാനുള്ള ഒരുവൻ്റെ അവകാശം, ഒരുവൻ്റെ വീണ്ടെടുപ്പ്, അതാണ് ക്രിസ്തു നമുക്ക് തരുന്നത്. അതുകൊണ്ട് ഈ പ്രവാചക തിരുവചനത്തോടൊപ്പം നമുക്കും പറയാം, അബ്രഹാം ഞങ്ങളെ അറിയുന്നില്ലെങ്കിലും, ലോകത്തിലാരും ഞങ്ങളെ അറിയുന്നില്ലെങ്കിലും, ഞങ്ങൾ അംഗീകരിക്കുന്നില്ലെങ്കിലും, ഇസ്രായേൽ ഞങ്ങൾ അംഗീകരിക്കുന്നില്ലെങ്കിലും അങ്ങാണ് ഞങ്ങളുടെ പിതാവ്. കർത്താവെ, അങ്ങ് തന്നെയാണ് ഞങ്ങളുടെ പിതാവ്. ഞങ്ങളുടെ വിമോചകൻ എന്ന് തന്നെയാണ് അങ്ങയുടെ നാമം. കൂട്ടം പിരിഞ്ഞ ഒരു കുഞ്ഞാടിനെ തേടിയെത്തുന്ന രക്ഷകൻ നമ്മുടെ ഈശോ. ആ സ്നേഹം ഈ ആഗമന കാലത്ത് നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കൂട്ടം പിരിഞ്ഞൊരു കുഞ്ഞാടു ഞാൻ മരുഭൂവിൽ തളർന്നു വീഴുന്നിതാ. കൂട്ടം പിരിഞ്ഞൊരു കുഞ്ഞാടു ഞാൻ മരുഭൂമിൽ തളർന്നു വീഴുന്നിതാ. ഉള്ളം തകർന്നു പാദം കുഴഞ്ഞു നീ വന്നു മാറോടെന്നെ താലോലിച്ചല്ലോ. ഉള്ളം തകർന്നു നാവും കുഴഞ്ഞു നീ വന്നു മാറോടെന്നെ താലോലിച്ചല്ലോ. പ്രാർത്ഥിക്കാം നമുക്ക്. സ്നേഹമായി ദൈവമേ, എന്നിൽ വന്നിറയണമേ. അങ്ങയുടെ രക്ഷാദീപം എൻ്റെ പ്രത്യാശ മങ്ങിയ ജീവിതത്തിൽ തെളിയട്ടെ. ദൈവമേ, അവിടുത്തെ വെളിച്ചം എന്നിലെ അന്ധകാരത്തെ നീക്കട്ടെ. ദൈവമേ, ഈ ആഗമന കാലത്ത്, ഈ തിരുപ്പിറവിയുടെ നാളുകളിൽ സത്യമായും മിശിഹ എൻ്റെ ഉള്ളിൽ പിറക്കട്ടെ. യേശുവേ നന്ദി, ദൈവമേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. Thank you Lord, praise you Lord. Thank you Holy Spirit. We welcome you Holy Spirit. Worship you Holy Spirit. Hallelujah. വിശുദ്ധവും പ്രാർത്ഥനയുള്ളതുമായ ഒരു നല്ല ക്രിസ്തുമസിനായിട്ട് നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.